ഡോക്ടർ ആണ്. ഒരു ഓറഞ്ച് ബാഗ്, ഒരു ആപ്പിൾ. രാമൻ സത്യസന്ധനായ വ്യക്തിയാണ്. അവൾ ഒരു വിദ്യാർത്ഥിനിയാണ് എന്നിങ്ങനെ നമ്മൾ മലയാളത്തിൽ അനവധി തവണ നമ്മൾ സംസാരിക്കാറുണ്ട്. പക്ഷെ ഇത് എങ്ങനെ ഇംഗ്ലീഷിലേക്ക് മാറ്റുക എന്നുള്ളതാണ് നമുക്ക് അറിയാത്തതല്ലേ. എന്നാൽ നമുക്കിത് ഇംഗ്ലീഷിലേക്ക് ഒന്ന് മാറ്റിയാലോ? അവൻ ഒരു ഡോക്ടർ ആണ്. അവൾ ഒരു ഡോക്ടറാണ്. ഷീ ഈസ് എ ഡോക്ടർ. ഒരു ഓറഞ്ച് ബാഗ്, ആൻ ഓറഞ്ച് ബാഗ്. എന്താണ്? ഒരു ഓറഞ്ച് ബാഗ്, ആൻ ഓറഞ്ച് ബാഗ്. ഒരു ആപ്പിൾ, ആൻ ആപ്പിൾ. രാമൻ സത്യസന്ധനായ വ്യക്തിയാണ്. രാമൻ ഈസ് ആൻ ഓണസ്റ്റ്. രാമൻ ഈസ് ആൻ ഓണസ്റ്റ്. അവൾ ഒരു വിദ്യാർത്ഥിനിയാണ്. ഷീ ഈസ് എ സ്റ്റുഡന്റ്. എന്താണ്? ഷീ ഈസ് എ സ്റ്റുഡന്റ്. എന്താണ്? വളരെ സിമ്പിൾ ആയിട്ട് മനസ്സിലായാലും ഒന്നും കൂടെ നോക്കാം. അവൻ ഒരു ഡോക്ടർ ആണ്. ഹി ഈസ് എ ഡോക്ടർ. അവൾ ഒരു ഡോക്ടറാണ്. ഷീ ഈസ് എ ഡോക്ടർ. ഒരു ഓറഞ്ച് ബാഗ്, ആൻ ഓറഞ്ച് ബാഗ്. എ ഓറഞ്ച് ബാഗ് എന്ന് വെച്ചാൽ തെറ്റാട്ടോ. അപ്പൊ അതിനെ നമ്മൾ എന്താ ഇവിടെ വെച്ച് കൊടുത്തു? ആൻ ഓറഞ്ച് ബാഗ്. ഒരു ആപ്പിൾ, എ ആപ്പിൾ എന്നുള്ളത് തെറ്റാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ എന്ത് വെച്ച് കൊടുത്തു? ആൻ ആപ്പിൾ. രാമൻ സത്യസന്ധനായ വ്യക്തിയാണ്. രാമൻ ഈസ് ആൻ ഓണസ്റ്റ്. എന്താണ്? രാമൻ സത്യസന്ധനായ വ്യക്തിയാണ്. രാമൻ ഈസ് ആൻ ഓണസ്റ്റ്. അവൾ ഒരു വിദ്യാർത്ഥിനിയാണ്. ഷീ ഈസ് എ സ്റ്റുഡന്റ്. ഷീ ഈസ് എ സ്റ്റുഡന്റ്. കാരണം വളരെ സിമ്പിൾ ആയി മനസ്സിലായില്ലേ? ഒന്നുകൂടെ നോക്കാം. അവൻ ഒരു ഡോക്ടറാണ്. ഹി ഈസ് എ ഡോക്ടർ. അവൾ ഒരു ഡോക്ടറാണ്. ഷീ ഈസ് എ ഡോക്ടർ. ഒരു ഓറഞ്ച് ബാഗ്, ആൻ ഓറഞ്ച് ബാഗ്. ഒരു ആപ്പിൾ, ആൻ ആപ്പിൾ. രാമൻ സത്യസന്ധനായ വ്യക്തിയാണ്. രാമൻ ഈസ് ആൻ ഓണസ്റ്റ്. അവൾ ഒരു വിദ്യാർത്ഥിനിയാണ്. ഷീ ഈസ് എ സ്റ്റുഡന്റ്. കാരണം വളരെ സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റിയില്ലേ? നമുക്കൊരു 4-5 എക്സാമ്പിൾസ് നോക്കി നോക്കാം അല്ലേ? അവൻ ആപ്പിൾ കഴിക്കാറുണ്ട്. അവൻ ഒരു ഡ്രൈവർ ആണ്. അരുൺ ഒരു അധ്യാപകനാണ്. എനിക്കൊരു ഫോൺ വേണം. അവൻ ഒരു പ്യൂൺ ആണ്. ഇത് എങ്ങനെ വളരെ സിമ്പിൾ ആയി നമുക്ക് ഇംഗ്ലീഷിലേക്ക് മാറ്റാം എന്ന് നോക്കി നോക്കാം അല്ലേ? അവൻ ആപ്പിൾ കഴിക്കാറുണ്ട്. He eats an apple. അവൻ ഒരു ഡ്രൈവർ ആണ്. He is a driver. അരുൺ ഒരു അധ്യാപകനാണ്. അരുൺ is a teacher. എനിക്കൊരു ഫോൺ വേണം. I want a phone. അവൻ ഒരു പ്യൂൺ ആണ്. He is a peon. കണ്ട വളരെ സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റിയില്ലേ? ഒന്നുകൂടെ നോക്കി നോക്കാം അല്ലേ? അവൻ ആപ്പിൾ കഴിക്കാറുണ്ട്. He eats. അവൻ കഴിക്കാറുണ്ട്. An apple. ആപ്പിൾ കഴിക്കാറുണ്ട്. അവൻ ആപ്പിൾ കഴിക്കാറുണ്ട്. He eats an apple. അവൻ ഒരു ഡ്രൈവർ ആണ്. He is a driver. അരുൺ ഒരു അധ്യാപകനാണ്. അരുൺ is a teacher. എനിക്കൊരു ഫോൺ വേണം. I want a phone. അവൻ ഒരു പ്യൂൺ ആണ്. He is a peon. കണ്ട വളരെ സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റിയില്ലേ? ഒരു 5-6 എക്സാമ്പിൾസ് നോക്കി നോക്കാം അല്ലേ? രാമു സൈക്കിൾ ആഗ്രഹിക്കുന്നു. എനിക്ക് ഒരു കാർ ഉണ്ട്. അത് കറുത്ത കാറാണ്. അവൻ ഒരു വലിയ പ്രാസംഗികനാണ്. ഇതൊരു മനോഹരമായ ബുക്കാണ്. ഞാനൊരു എഞ്ചിനീയർ ആണ് എന്നിങ്ങനെ നമ്മൾ മലയാളത്തിൽ സംസാരിക്കാറുണ്ടല്ലോ. ഇത് നമുക്ക് വളരെ സിമ്പിൾ ആയി ഇംഗ്ലീഷിലേക്ക് എങ്ങനെ മാറ്റാം എന്നുള്ളത് നോക്കി നോക്കാം അല്ലേ? നോക്കി നോക്കാം. രാമു സൈക്കിൾ ആഗ്രഹിക്കുന്നു. രാമു വാണ്ട്സ് എ ബൈസിക്കിൾ. എനിക്ക് ഒരു കാർ ഉണ്ട്. അത് കറുത്ത കാറാണ്. I have a car. The car is black. അവൻ ഒരു വലിയ പ്രാസംഗികനാണ്. He is a great speaker. ഇതൊരു മനോഹരമായ ബുക്കാണ്. This is an excellent book. ഞാൻ ഒരു എഞ്ചിനീയർ ആണ്. I am an engineer. കണ്ടോ വളരെ സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റിയില്ലേ? ഒന്നുകൂടെ നോക്കാം. രാമു സൈക്കിൾ ആഗ്രഹിക്കുന്നു. രാമു വാണ്ട്സ് എ ബൈസിക്കിൾ. എനിക്ക് ഒരു കാർ ഉണ്ട്. അത് കറുത്ത കാറാണ്. I have a car. The car is black. അവൻ ഒരു വലിയ പ്രാസംഗികനാണ്. എന്താണ്? അവൻ ഒരു വലിയ പ്രാസംഗികനാണ്. He is a great speaker. ഇതൊരു മനോഹരമായ ബുക്കാണ്. This is an excellent book. ഞാനൊരു എഞ്ചിനീയർ ആണ്. I am an engineer. കാരണം വളരെ സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റിയില്ലേ? അതുകൊണ്ട് നമുക്ക് വീണ്ടും പുതിയൊരു എപ്പിസോഡിൽ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ, ബൈ ബൈ.